ആക്ടർ എന്ന് പറയുന്ന ACTOR O എന്ന് പറയുന്ന ഒബ്സർവേഷനാണ്. ഒബ്സർവേഷൻ ഉണ്ടാവണം ആക്ടർക്ക്. അയാൾ കാണണം ചുറ്റുമുള്ള കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഒബ്സർവേഷൻ എപ്പോഴും ഞാൻ പറയാറുള്ളത്, നമ്മൾ മറ്റുള്ളവരെ നോക്കുക, ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് പോലെ തന്നെ പ്രധാനമാണ് സെൽഫ് ഒബ്സർവേഷൻ. നമ്മളെങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്ന കാര്യം. അതിൽ തന്നെ ഈ മറ്റ് കഥാപാത്രങ്ങൾ ഒബ്സർവ് ചെയ്യുക, അത്തരം അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, അതൊരു ഭാഗമാണ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ. ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ആൾക്കാരെങ്ങനെയാണ് പ്രതികരിക്കുന്നത്, എന്തൊക്കെയാണ് ആൾക്കാരിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസ്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഓരോരുത്തരുടെ കൗണ്ടർ ചെയ്യുന്നത് എങ്ങനെയാണ്. ഇപ്പം നമുക്ക് റിയൽ ലൈഫ് സിറ്റുവേഷൻസിനെ ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നതിന് വേണ്ടി ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത്, എങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഒരാൾ റിയാക്ട് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പഠിച്ചെടുക്കാനും പറ്റും. എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, നമ്മൾ സിനിമകളും അല്ലെങ്കിൽ പുസ്തകങ്ങളും സീരീസുകളും അത്തരം അഭിനയിക്കുന്ന പ്രോസസ്സുള്ള കാര്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഡോക്യുമെൻ്ററീസും ഡോക്യുഫിക്ഷൻസും കാണുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ എല്ലാ OTT പ്ലാറ്റ്ഫോംസിലും ഓസ്കാർ വിന്നിങ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള വളരെ ക്വാളിറ്റിയുള്ള ഡോക്യുമെൻ്ററീസ് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് റിയൽ ലൈഫ് ഇമോഷൻസും എക്സ്പ്രഷൻസും കാണാനും മനസ്സിലാക്കാനും ക്യാപ്ചർ ചെയ്യാനും പറ്റും. ഇതൊക്കെ ഒബ്സർവേഷൻ തന്നെയാണ്, പഠിക്കൽ തന്നെയാണ്.